ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 26-ാം തീയതിയിലത്തെ വീഡിയോ കേട്ടോ. അന്ന് വണ്ടിയുടെ മീറ്റർ സീൽ ചെയ്യാൻ പോകുന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു വണ്ടികൾക്ക് എടുക്കുന്ന ലൈനാണ് ഈ കാണുന്നത്. ആ 26-ാം തീയതി തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ നടക്കാവിൽ മഞ്ജു വാര്യർ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മഞ്ജു വാര്യർ നേരിട്ട് കാണണമെന്നും അത് വീഡിയോ ആക്കി ചെയ്യണമെന്നൊക്കെ. പക്ഷേ എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അത് നമ്മൾ തൊട്ടടുത്തല്ലേ വരണേ, അപ്പോൾ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വണ്ടിയുടെ മീറ്റർ സീൽ ചെയ്യുന്ന ദിവസവും മഞ്ജു വാര്യർ വരുന്ന ദിവസവും ഒന്നാണ് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ ചേച്ചിനെയും പിള്ളേരൊക്കെ ഞാനൊരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടാക്കി കൊടുത്തു. എന്നിട്ടാണ് പിന്നെ ഞാൻ മീറ്റർ സീൽ ചെയ്യുന്നിടത്തേക്ക് പോയത്. മീറ്റർ സീൽ ചെയ്യുന്നിടത്തേക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അരമണിക്കൂറും കഴിയും കേട്ടോ. ഇല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തും. എന്നാലും കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്ക് എത്താനുണ്ട്. അപ്പോൾ ഞാൻ ഇവരൊക്കെ ആക്കി അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപടി വണ്ടികൾ കുറേ വണ്ടികൾ ലൈനിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാകെ ടെൻഷനായിപ്പോയി. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങോടെയാണ് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങിയത്. അപ്പോൾ ചേച്ചിനെയും പിള്ളേരോടാക്കി അവർ അത് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോരും. പിന്നെ എൻ്റെതും കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് പുറത്ത് പോകാമെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എൻ്റെത് കഴിയാൻ കുറേ ലേറ്റായിട്ടോ. ചേച്ചിയും പിള്ളേരൊക്കെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അവർ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. കാരണം ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, കുറേ വണ്ടിയുണ്ട്. എനിക്ക് മുന്നേ എത്രയോ വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയതിന് ശേഷം എൻ്റെ ബാക്കിലും കണ്ടമാനം വണ്ടിയുണ്ട്. ബാക്കിലുള്ളത് പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഫ്രണ്ടിലുള്ളതാണല്ലോ കഴിയേണ്ടത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, സാറില്ല, എന്തായാലും കഴിഞ്ഞിട്ട് വായോ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും 2 മണിയാവാനായി. പിന്നെ ചേച്ചി വന്നപ്പോൾ തന്നെ എനിക്ക് തണ്ണിമത്തനൊക്കെ മുറിച്ച് തന്നു. അത് ഞാൻ ഇങ്ങനെ കൊതി പിടിച്ചിട്ടാണ് കഴിച്ചത്. കാരണം വെയിലിൻ്റെ ചൂടുകൊണ്ടല്ലേ വന്നേ. പിന്നെ ആണെങ്കിൽ നമുക്ക് പോകേണ്ട ഒരു ഇതും, പിന്നെ വണ്ടിയിലാണെങ്കിൽ ചാർജ് കുറവ്. കുറച്ച് നേരം വണ്ടി ചാർജിനൊക്കെ ഇട്ടിട്ട് ഒരു 2:45-3 മണിക്ക് ആവാനായി ഞങ്ങളിവിടെ നിന്ന് പോയപ്പോൾ നമ്മുടെ ബീച്ചിനടുത്ത് നെഹദി മന്തിയിലേക്കാണ് കഴിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ പിള്ളേരും ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കൊതി പിടിച്ച് പോയതാണ് മന്തി കഴിക്കാനായിട്ട്. കുഴിമന്തി കഴിക്കുക എന്നുള്ളൊരു സന്തോഷത്തോടെ പോയതാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെയും തിരക്ക്. അവിടെ പൊതുവേ അല്ലെങ്കിൽ എപ്പോഴും തിരക്കാണ്. അവിടെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡൊക്കെ. അതേപോലെ തന്നെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. എപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനിടയ്ക്ക് മക്കൾക്കായാലും ഞങ്ങൾ കഴിക്കാനിടയ്ക്ക് വാങ്ങാനായിട്ട് ഞാൻ പോകലുണ്ട്. ഓട്ടം കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ, എപ്പോഴല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം പോയി വാങ്ങാനായിട്ട് പോയാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ് അവിടെ. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞു. 3-3:15 ആയി. പിന്നെ നമ്മൾ അവിടെ എത്തി ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടണ്ടേ. അവിടെ വെയിറ്റിങ്ങിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ സീറ്റൊക്കെ സെറ്റായത്. എന്തായാലും ഒരു 3:30-3:45 ആയി തോന്നുന്നു കഴിക്കുമ്പോൾ. 3:30 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പിള്ളേർ പിന്നെ ചായയൊക്കെ കുടിച്ചതിനെ കൊണ്ട് കുറച്ച് വിശപ്പിനൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു തോന്നുന്നു. എങ്കിലും അവർ നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കുറേ ആഗ്രഹിച്ചിട്ടൊക്കെ കഴിക്കാൻ പോകണ ആ ഒരു ത്രില്ലും സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയായിരുന്നു. പിന്നെ എന്താ, ചേച്ചിയും പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തിന് ഒരു 3-4 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് വരുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിയും അല്ലെങ്കിൽ ചേച്ചിനെക്കാട്ടിയും എന്നെക്കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ പിള്ളേർ തമ്മിലാന്ന് തോന്നുന്നു. കുറച്ചും തന്നെ നല്ല രീതിയിൽ സന്തോഷവും സ്നേഹവും കളിയും ചിരിയും അവർ തമ്മിലുള്ള ഒരു ഇതൊക്കെ കാണുമ്പോഴേ ഭയങ്കര നമുക്കത് മനസ്സിലാവും കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ പോയി കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത്. ഓർഡർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നേ. പിന്നെ റൈസ് തികയാണ്ട് ഞങ്ങൾ പിന്നെയും വാങ്ങി കേട്ടോ. ചിക്കനൊക്കെ മതിയായിരുന്നു, എല്ലാവർക്കും ഏകദേശം മതിയായി കഴിച്ചിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചിക്കനൊന്നും നമുക്ക് വേണ്ടിയിരുന്നില്ല. പിന്നെ നമുക്ക് ഇതായിരുന്നു, റൈസ് തികഞ്ഞില്ല. അപ്പോൾ റൈസ് പിന്നെയും വാങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ടമാനം വാരി വലിച്ച് തിന്നണവരൊന്നുമല്ല. ഉള്ളത് എങ്ങനെയും കഴിച്ച് തീർക്കണ്ടേ. ലാസ്റ്റ് 2ാമത് റൈസ് വാങ്ങിയിട്ടും അതിൽ പിന്നെയും ബാക്കി വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ചേച്ചി കഴിച്ചില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ചായിട്ട് എടുത്ത് കഴിച്ചു. അങ്ങനെ അതെങ്ങനെയൊക്കെ തീർത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് നേരെ പോയത് ഫോക്കസ് മാളിലാണ് കേട്ടോ. നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്താണ്. പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഫോക്കസ് മാൾ വരുന്നത്. ഫോക്കസ് മാളിൻ്റെ ഓപ്പോസിറ്റാണ് പുതിയ സ്റ്റാൻഡ്. അങ്ങനെ അപ്പോൾ ഞാനിവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈറ്റും വെയ്റ്റും ഒക്കെ നോക്കണ മെഷീനിൽ. ഏറ്റവും ഫസ്റ്റ് ഞാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ടാണ് കയറുന്നത്. സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പരിചയക്കാരൊന്നും വന്നാൽ അങ്ങനെ കണ്ടമാനം സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതിന് ചാടി.
പിന്നെ അവിടെ തന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുന്ന മെഷീനുണ്ട്. അപ്പോൾ അതിൽ കയറി അങ്ങനെ കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഹൈലൈറ്റ് മാളിൽ കയറിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് നേരെ നമ്മുടെ വണ്ടി എടുക്കുകയും ചെയ്തത്. ഓട്ടോറിക്ഷ അല്ല, ടാക്സി. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഞാൻ ചേച്ചിനോട് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ വന്നപ്പോഴേ എടുത്തു പറയേണ്ടത്, ചേച്ചിയൊക്കെ വന്നപ്പോൾ ശരിക്കും പിള്ളേർ തമ്മിലാണല്ലോ. എനിക്ക് ചേച്ചിക്ക് വന്നപ്പോൾ ഭയങ്കര എന്തോ ഒരു നമ്മൾ പണ്ട് താമസിച്ചൊക്കെ വീട്ടിലത്തൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടിയ പോലെയായിരുന്നു. പിന്നെ ചേച്ചിയും അമ്മയും തമ്മിലൊരു ഇതുണ്ടായിരുന്നു. അമ്മ പണ്ട് ഇതുപോലെ ഇപ്പോൾ ബസ്സിൽ പണിക്ക് പോണ സമയത്തായാലും അതല്ലാണ്ട് അമ്മ പുറത്ത് എന്തെങ്കിലും കുറിയുടെ പൈസയ്ക്കോ എന്തിനെങ്കിലുമൊക്കെ പോയി അമ്മ തിരിച്ചു വരുമ്പോഴത്തേക്കും ചേച്ചി അമ്മയ്ക്ക് ചായയോ എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. കഞ്ഞിവെള്ളം ഉപ്പിട്ടതോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ അതേപോലെയായിരുന്നു ഇവിടെ ചേച്ചിയുള്ള സമയത്ത്. ഞാൻ അതേ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് ചായയൊക്കെ എടുത്ത് വെച്ച് തരും. ചിലപ്പോൾ നല്ല ചായയുടെ സമയമാണെങ്കിൽ ചായ എടുത്ത് വെച്ച് തരും. ചോറാണെങ്കിൽ എൻ്റെ അടുത്ത് പറയും, നീ ചോറ് കഴിക്ക് വേഗം, കുറച്ച് കഴിച്ചാൽ മതി, ഇതിൻ്റെ ഒക്കെ മുന്നിൽ കൊണ്ട് വെച്ച് തരും. എന്നിട്ട് നമ്മളോട് ആവശ്യമുള്ളടുത്ത് കഴിച്ചാൽ മതി. ഞാൻ രാത്രിക്ക് വേണ്ടാന്ന് പറഞ്ഞാലും വേണ്ടത് എന്താണോ കുറച്ചായാലെടുത്ത് കഴിച്ചിട്ട് കിടന്നാൽ മതി. ആ ഒരു ഇതൊക്കെ അത് ശരിക്കും അമ്മയും ചേച്ചിയൊക്കെ അങ്ങനെയായിരുന്നു. അമ്മ പുറത്ത് പോയി വരുമ്പോഴത്തേക്കും ചേച്ചി വീട്ടിലെ പണികളൊക്കെ തീർക്കുക. അതേപോലെ തന്നെയായിരുന്നു ചേച്ചി ഇവിടെ വന്നപ്പോഴും. അവൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വർത്താനമൊക്കെ പറയും. പിന്നെ പിള്ളേരുടെ ഓരോ കളിയും ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ പിള്ളേരും കുറച്ച് വലുതായല്ലോ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്താ പറയുക, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെറും അടിമഴക്ക 4 ആളും. ഇപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അവർ ഭയങ്കര കളിയും ചിരിയും ഭയങ്കര കൂട്ടൊക്കെ ആയി. പിന്നെ നമ്മൾ ഫോക്കസ് മാളിൽ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും വാങ്ങിയൊന്നുമില്ല. ആകെ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീമാണ് വാങ്ങിക്കൊടുത്തത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച പാടെയുള്ള അങ്ങോട്ട് പോയത്. അപ്പോൾ ഒന്നും വേണ്ടിയില്ലായിരുന്നു. പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരവിടെ അങ്ങനെ പുറത്തിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അവരെ അവിടെ ഇരുത്തിയിട്ട് ഞാനും ചേച്ചിയും പുറത്ത് പോയിട്ട് ഓരോ ചായ കുടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കത് വീഡിയോ എടുത്താൽ മതിയായിരുന്നു, ഞാനത് മറന്നു പോയിട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് പോയത്. പിന്നെ ഫോക്കസ് മാളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തൊക്കെ പോയി. ഞാൻ പുറത്ത് നിന്നിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഫ്രണ്ട് ഭാഗം നമ്മൾ എടുത്തില്ലല്ലോ, നമ്മുടെ ഉള്ളിലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ സന്തോഷമായിരുന്നു വന്ന്. അവർ പോയതെന്നെ അറിഞ്ഞില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അവർ പോയത് കേട്ടോ. കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് പോയത്. ഞാൻ കൊണ്ടാക്കി കൊടുത്തു. 12:15 കറക്റ്റ് സമയത്തിന് ബസ്സും കിട്ടി. അവർ നേരെ സമയത്തിനവിടെ എത്തി. ഇരുട്ടൊക്കെ ആവണേക്കാട്ടി മുന്നേ തന്നെ 5:30-6 മണിക്ക് മുമ്പായിട്ട് തന്നെ അവരവിടെ വീട്ടിലെത്തി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി എപ്പോഴെങ്കിലും ഒരു ഒഴിവിന് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. ചേച്ചിയും പിള്ളേരൊക്കെ ഇനിയും വരും എന്ന് പറഞ്ഞിരിക്കുന്ന വെക്കേഷനൊക്കെ ആകുമ്പോൾ. പിന്നെ അവർക്കും അവിടെ അവരുടേതായ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കായാലും എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒഴിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. കുറേ ഗ്യാപ്പ് വന്നു ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. ഞാനിത് പിന്നെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ബൈ.